ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആണ്. ഓണപ്പരീക്ഷയാണ് വരുന്നത്. ഓണം എക്സാമുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാമും അതിൻ്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ബേസിക് സയൻസിൽ നിങ്ങൾക്കറിയാലോ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്തായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. മാർക്കിൽ ചെറിയൊരു വേരിയേഷൻ വരും. 60ലാണ് മാർക്ക് വരിക കേട്ടോ, 40 അല്ല 60ലാണ്. 2 മണിക്കൂർ 15 മിനിറ്റാണ് സമയം. ഫിസിക്സ് ആണ് ആദ്യത്തെ ചോദ്യപേപ്പർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ്, അത് കഴിഞ്ഞ് ഫിസിക്സിൻ്റെ ആൻസർ പറയും, ദെൻ കെമിസ്ട്രി, ദെൻ അതിൻ്റെ ആൻസർ, ദെൻ ബയോളജി, അതിൻ്റെ ആൻസർ. ഇങ്ങനെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക, ആൻസർ ചെയ്യുക, ദെൻ ആൻസർ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ മാർക്കുകൾ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് 8 ബേസിക് സയൻസ് ഓണം മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ കീ 2025. കേരള സിലബസ് ആണ്, SCRT. ഓക്കെ, നോക്കാം. ഫിസിക്സ് ആദ്യം നമുക്ക് സെക്ഷൻ എയിൽ വരുന്നത് നോക്കാം. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്സ് ആർ ഗിവൺ ബിലോ. ചൂസ് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദേ ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് റൈറ്റ് ഇറ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുന്ന രീതിയിൽ, ഇതെല്ലാം യൂണിറ്റ് ഓഫ് ലെങ്ത് തന്നെയാണ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ്. അതിൽ ഏതാണ് ഓപ്ഷൻ ശരി മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ABCD 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് മാത്രം എടുത്തെഴുതുക. Second question, contact and non-contact forces are experienced in various situations. 2 statements related to them are given below. Examine them and choose the correct answer. Non-contact ഫോഴ്സിൻ്റെ എക്സാമ്പിൾസും കോണ്ടാക്ട് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസും ആയിട്ട് അവർ തന്നിട്ടുണ്ട് 2 സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സാമ്പിൾസ് ഓഫ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ആണ്. A mango falls down, leaves sway in the wind, a magnet attracts iron. Statement 2 explains examples of contact forces ആണ്. While swimming, water is pushed back, a ball is hit and moves, a nail is hammered with a hammer. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഏതാണ് കറക്റ്റ് നോക്കുക കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ 3rd ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഇമേജ് ഓഫ് എ സ്കെയിൽ മാർക്കഡ് വിത്ത് യൂണിറ്റ്സ് ലൈക്ക് സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇഞ്ച്. ഒരു സ്കെയിൽ തന്നിട്ടുണ്ട്, സ്കെയിലിലെ മെഷർമെൻറ്റ് സെൻറ്റിമീറ്ററിലും ഇഞ്ചിലും തന്നിട്ടുണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദിസ് സ്കെയിൽ. ഈ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എഴുതുക. 4th question, observe the following list of quantities which includes both fundamental and derived quantities. Okay, അപ്പോൾ ലെങ്ത്, ഡെൻസിറ്റി, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ടൈം, മാസ് തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗിവൺ ക്വാണ്ടിറ്റീസ് ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. തന്നിരിക്കുന്നതിൽ ഏതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് എടുത്ത് എഴുതുക. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും തമ്മിലെ ഡിഫറൻസ് എന്താണെന്നുള്ളതും നിങ്ങൾ എഴുതാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഓരോ മാർക്ക് വീതമാണ് കേട്ടോ. 5th question, you are sitting in a moving bus, you consider yourself to be in motion, but another person in the bus says that you are at rest. Examine and explain how both these observation can be correct. നിങ്ങൾ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ്, അപ്പോൾ നമുക്കറിയാം നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യു ആർ ഇൻ മോഷൻ. പക്ഷേ അടുത്ത ഇരിക്കുന്ന ഒരാൾ പറയുകയാണ് നിങ്ങളിപ്പോൾ റെസ്റ്റിലാണ്, നിങ്ങൾ മൂവ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒബ്സർവേഷനെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 6th, grease is usually applied between the rotating parts of vehicles. ഗ്രീസ് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, സൈക്കിളിലും വണ്ടികളിലൊക്കെ ഗ്രീസ് അപ്ലൈ ചെയ്യും. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് സബ്സ്റ്റൻസസ്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്. ബി ക്വസ്റ്റ്യൻ, ബൈ വാട്ട് നെയിം ആർ ദീസ് സബ്സ്റ്റൻസ് നൗൺ. എന്ത് പേരിലാണ് ഈ സബ്സ്റ്റൻസുകൾ അറിയപ്പെടുക. അടുത്തത് 7 ക്വസ്റ്റ്യൻ, എയും ബിയും വരുന്നുണ്ട്. 7A, യു നീഡ് ടു ഫൈൻഡ് ദ വോളിയം ഓഫ് എൻ ആംഗ്ലറ്റ്. റൈറ്റ് ദ പ്രൊസീജിയർ ടു ഫൈൻഡ് ഇറ്റ് യൂസിങ് എ മെഷറിംഗ് ജാർ, ത്രെഡ്, വാട്ടർ, എക്സെട്ര. അപ്പോൾ നമുക്കൊരു ആംഗ്ലറ്റിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ഒരു മെഷറിംഗ് ജാർ അല്ലെങ്കിൽ ഒരു ത്രെഡ് ഒരു വാട്ടർ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം, അതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 മാർക്കാണ്. അടുത്തത് 7B, ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ 7A ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. 7B, a student was asked to write some measurements using the International System of Units, SI units. Review what the student has written. Mass of the wooden block 1.5 kg. Distance from Thiruvananthapuram to Kasaragod 574 km. Boiling point of water 373 Kelvin. Mass of the beaker 800 gram. Density of water 1500 kg meter cube.
there are certain rules to be followed while writing SI units. അപ്പോൾ നമുക്കറിയാം SI യൂണിറ്റുകൾ എഴുതുമ്പോൾ ചില റൂളുകൾ നമ്മൾ ഫോളോ ചെയ്യണം. ഐഡന്റിഫൈ ദ മിസ്റ്റേക്സ് ഇൻ ദ യൂണിറ്റ്സ് റിട്ടേൺ ബൈ ദ സ്റ്റുഡൻറ് ആൻഡ് റീറൈറ്റ് ദം കറക്റ്റ്ലി. അപ്പോൾ ഈ കുട്ടി എഴുതിയതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് അത് കറക്റ്റ് ചെയ്യുക, റീറൈറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യനും A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട്. A ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കൂ, ഒബ്സർവ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു ദ പാത്ത് ഓഫ് മോഷൻ ഓഫ് an object travels from A to C via B at a uniform speed of 3 m/s. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണ പാത്താണ് തന്നിരിക്കുന്നത്. എയിൽ നിന്ന് സി, അതിനുശേഷം ബി, ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യണത്. 3 m/s ട്രാവൽ ചെയ്യണത്. അതിൽ A ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ഒബ്ജക്ട് ടു ട്രാവൽ. സമയം എത്ര എടുത്തു ട്രാവൽ ചെയ്യാൻ. B ക്വസ്റ്റ്യൻ, ഇഫ് ദ ഒബ്ജക്ട് were to travel directly from A to C in the same amount of time, calculate the required speed. എയിൽ നിന്ന് സിയിലേക്ക് ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാണ്, അത് തന്നിരിക്കുന്ന അതേ സമയത്തിനുള്ളിൽ, എങ്കിൽ അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. ദെൻ ഓർ ക്വസ്റ്റ്യൻ വരുന്നത് 8B. ഇപ്പം നിങ്ങൾ 8A എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് 8B അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. 8B നോക്കാം. A car travels from a place P to a place Q at a uniform speed of 15 m/s. The time taken to travel is 1 hour. അപ്പോൾ ഒരു കാറ് പിയിൽ നിന്ന് ക്യൂയിലേക്ക് ട്രാവൽ ചെയ്യാണ്. യൂണിഫോം സ്പീഡാണ് 15 m/s ആണ് സ്പീഡ്. 1 മണിക്കൂറാണ് സമയം എടുത്തിരിക്കുന്നത്. എങ്കിൽ എന്താണ് യൂണിഫോം സ്പീഡ്? വാട്ട് ഇസ് മെൻ ബൈ യൂണിഫോം സ്പീഡ് എന്നാണ് ആദ്യത്തെ ചോദ്യം. B ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം P to Q. പിയിൽ നിന്നുള്ള ക്യൂയിലേക്കുള്ള ദൂരവും കണ്ടുപിടിക്കണം. ഇനി നമുക്ക് സെക്ഷൻ സിയിൽ 9, 10 എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിത് നോക്കാം. 9th ക്വസ്റ്റ്യൻ, എ ചൈൽഡ് മെഷർഡ് ദ തിക്നെസ് ഓഫ് എ 100-page സയൻസ് ഡയറി എക്സ്ക്ലൂഡിംഗ് കവർ പേജ് ഒഴികെ കേട്ടോ, യൂസിങ് എ സ്കെയിൽ ആൻഡ് ഫൗണ്ട് ഇറ്റ് ടു ബി 3.2 cm. അപ്പോൾ 100 പേജുള്ള ഒരു സയൻസ് ഡയറി ആ കുട്ടി മെഷർ ചെയ്യാണ്, കവർ പേജ് കൂട്ടാതെ. അപ്പോൾ 3.2 cm ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. എങ്കിൽ A ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ തിക്നെസ് ഓഫ് എ സിംഗിൾ പേജ് ഓഫ് ദ സയൻസ് ഡയറി. ഈ സയൻസ് ഡയറി ഒരു പേജിൻ്റെ തിക്നെസ് അളക്കണം. B ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദ തിക്നെസ് ഓഫ് 1 page ഇൻ ടു ദ SI യൂണിറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ്. ആ തിക്നെസ് ഓഫ് 1 പേജിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതും വേണം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 10A ആണ് അടുത്തത്. അതിൽ 10A 10B പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവും. ഫ്രിക്ഷൻ ഇൻ വെഹിക്കിൾസ് ഈസ് ബോത്ത് യൂസ്ഫുൾ ആൻഡ് ഹാംഫുൾ അറ്റ് ദ സെയിം ടൈം. ഇൻ വാട്ട് വേസ് ഡസ് ഫ്രിക്ഷൻ ഹാവ് എ ഹാംഫുൾ ഇഫക്റ്റ്? അടുത്ത B ക്വസ്റ്റ്യൻ, ഗിവ് എൻ എക്സാമ്പിൾ വെർ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് യൂസ്ഡ് ബെനിഫിഷ്യലി ഇൻ വെഹിക്കിൾസ്. ഓർ 10B, ഫ്രിക്ഷണൽ ഫോഴ്സ് ക്യാൻ ബി ബോത്ത് ബെനിഫിഷ്യൽ ആൻഡ് ഹാംഫുൾ ടു us. അതിൽ A ക്വസ്റ്റ്യൻ, റൈറ്റ് എക്സാമ്പിൾസ് ഫ്രം ഡെയിലി ലൈഫ് വെർ ഫ്രിക്ഷൻ കോസസ് ഹാംഫുൾ ഇഫക്ട്സ്. B ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ? ഇനി ആൻസർ കീ നോക്കാം. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്സ് ചെയ്യണം, അതിൻ്റെ ആൻസർ, കെമിസ്ട്രി അതിൻ്റെ ആൻസർ, ബയോളജി അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ തന്നെ കാണുക കേട്ടോ. അടുത്തത് ഞാൻ ആൻസർ മാത്രം വായിച്ചു പോവാം. ഫസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, കിലോമീറ്റർ. രണ്ടാമത്തതിൻ്റെ ആൻസർ ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. മൂന്നാമത്തത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പറയാം. ഇതിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, ആവശ്യമുള്ളത് മാത്രം പറയാം കേട്ടോ. Least count of a measuring instrument is the smallest measurement that can be made accurately with that instrument. It represents the smallest division on the scale of the instrument. Okay. ഇനി തന്നിരിക്കുന്നതിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഇഞ്ചസ് ആണ്, ദെൻ സെൻറ്റിമീറ്റേഴ്സ്. അതുപോലെ തന്നെ ഇഞ്ചസിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ 1/16 ഇഞ്ചും, അതുപോലെ തന്നെ സെൻറ്റിമീറ്ററിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീസ്റ്റ് കൗണ്ട് 0.1 cm. ഈ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം മതി കേട്ടോ ആൻസറിന്. അടുത്തത് നാലാമത്തെ ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ. ലെങ്ത്, ഡെൻസിറ്റി, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ടൈം, മാസ്. ഇനി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഇപ്പോൾ പറഞ്ഞത് തന്നെ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ മതി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, വേറെ ഒന്നിനോട് ചേർത്തി നമ്മളിത് പറയില്ല. ലെങ്ത്, മാസ്, ടൈം ഒക്കെ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതലാണ് നമ്മളിത് കോമ്പിനേഷൻ ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസോട് ചേർത്തിയാണ് നമ്മൾ ആരെ പറയാം, ഡിറൈവ്ഡിനെ പറയാം. ഫോർ എക്സാമ്പിൾ ഡെൻസിറ്റി കാണാനുള്ള ഫോർമുലയിൽ കണ്ടോ, മാസ് ബൈ വോളിയം.
അപ്പോൾ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ആണ്. അതിനോട് ജോയിൻ ചെയ്ത് പറയണതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തത് മാത്രം മതിയാവും കേട്ടോ. നെക്സ്റ്റ് റിലേറ്റീവ് മോഷൻ ആണ്. 2 ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. ബോത്ത് ദി ഒബ്സർവേഷൻ കറക്റ്റ് തന്നെയാണ് ഡ്യൂ ടു ദ കൺസെപ്റ്റ് ഓഫ് റിലേറ്റീവ് മോഷൻ. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു കൺസിഡർ യുവർ സെൽഫ് ഇൻ മോഷൻ റിലേറ്റീവ് ടു ദ ഒബ്ജക്റ്റ് ഔട്ട്സൈഡ് ദ ബസ്. അതായത് ബസ്സിന് പുറത്തുള്ള സാധനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ മൂവ്മെൻറ്റിലാണ്, മോഷനിലാണ് എന്ന് പറയും. ഇനി അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു നമ്മൾ റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട് അല്ലേ? അതിൻ്റെ ആൻസർ വരുന്നത് ദ അതർ പേഴ്സൺ ഇൻ ദ ബസ് കൺസിഡർ യു അറ്റ് റെസ്റ്റ് റിലേറ്റീവ് ടു ദംസെൽഫ്. അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ അവിടെ ഇരിക്കുകയാണ്, മിണ്ടാതിരിക്കുകയാണ്. അയാളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുക തന്നെയല്ലേ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ റെസ്റ്റിലാണെന്ന് പറയും. നമ്മുടെ പൊസിഷൻ അവിടെ മാറുന്നില്ലല്ലോ. അപ്പോൾ ഔട്ട്സൈഡ് ഒബ്ജക്ട്സിനെ വെച്ചിട്ടാണ് ആ ഒബ്സർവേഷൻ നമ്മൾ എഴുതേണ്ടത്. അടുത്തത് 6ാമത്തെ ആൻസർ ഗ്രീസ് ആൻഡ് ലൂബ്രിക്കൻസ് ആണ്. ഗ്രീസ് എന്താണ്? ഗ്രീസ് പോസസ് ദ പ്രോപ്പർട്ടി ഓഫ് ലൂബ്രിക്കേഷൻ വിച്ച് റെഡ്യൂസസ് ഫ്രിക്ഷൻ കുറയ്ക്കാനാണ് ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക. അപ്പോൾ അതിന് നമ്മൾ ലൂബ്രിക്കൻസ് എന്നാണ്. ബി ക്വസ്റ്റിൻ്റെ ആൻസർ ലൂബ്രിക്കൻസ് കേട്ടോ. അടുത്തത് 7A ആണെങ്കിൽ നമുക്ക് കുറച്ച് 3-4 മെത്തേഡ് ഉണ്ട്. ഫിൽ ദ മെഷറിംഗ് ജാർ. മെഷറിംഗ് ജാർ ആദ്യം ഫില്ല് ചെയ്യുക വിത്ത് എ നോൺ വോളിയം ഓഫ് വാട്ടർ. കുറച്ച് വെള്ളം വെച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക? ആൻഡ് റെക്കോർഡ് അതിൻ്റെ ആദ്യത്തെ വോളിയം മെഷർ ചെയ്യുക. ദെൻ ടൈ എ ത്രെഡ്. എന്നിട്ട് ഒരു ത്രെഡ് കെട്ടുക അറൗണ്ട് ആംഗ്ലെറ്റ് ആൻഡ് ജെന്റ്ലി ലോവർ ദ ആംഗ്ലെറ്റ് ഇൻ ടു ദ മെഷറിംഗ് ജാർ. എന്നിട്ട് മെഷറിംഗ് ജാറിലേക്ക് ആംഗ്ലെറ്റ് ഇടുക അണ്ടിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വെള്ളത്തിൽ കംപ്ലീറ്റ് മുങ്ങുന്നത് വരെ. റെക്കോർഡ് ദ ന്യൂ വോളിയം. എന്നിട്ട് പുതിയ വോളിയം മെഷർ ചെയ്യുക ഓഫ് വാട്ടർ വിത്ത് ദ സബ്മർജ്ഡ് ആംഗ്ലെറ്റ്. എന്നിട്ട് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ ആംഗ്ലെറ്റ് കാണാൻ നമ്മൾ രണ്ടാമത് ടൈ ചെയ്തിട്ട് ഇട്ടല്ലേ ആ വോളിയം മൈനസ് ആദ്യത്തെ വോളിയം ചെയ്യുക കേട്ടോ. അതായത് ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. ഇനി SI യൂണിറ്റിലെ മിസ്റ്റേക്കുകൾ നോക്കാം. തിരുവനന്തപുരം ടു കാസർഗോഡ് വരെയുള്ളത് കിലോമീറ്ററിൽ ആണ് തന്നിരിക്കുന്നത്. പക്ഷേ SI യൂണിറ്റ് എന്തിലും നമ്മൾ പറയാം മീറ്ററിലാണ്. സോ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റാതെ ഇതുപോലെ എഴുതാം കേട്ടോ. ഇതാണ് ആൻസർ. അടുത്തത് ബോയിലിംഗ് പോയിന്റ് 373 കെൽവിനിലാണ് കൊടുത്തിരിക്കുന്നത്. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് കെൽവിനിൽ വരിക. അത് എഴുതേണ്ടത് വിത്തൗട്ട് ഡിഗ്രി സിമ്പിൾ ആണ്. സോ ഇറ്റ് ഷുഡ് ബി 373 K എഴുതിയാൽ മതി. അടുത്തത് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1500 kg/m ആണ്. അത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, ക്യൂബിക് മീറ്റർ. ഇതുപോലെ എഴുതാം കേട്ടോ. തെറ്റ് എന്താണെന്ന് മാത്രം ശരിയാക്കി കൊടുത്താൽ മതി. ഇനി 8ാമത്തെ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്. ടൈം ടേക്കൺ എത്രയാണെന്നുള്ളതാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് 120 മീറ്റർ, സ്പീഡ് 3 m/s. അപ്പോൾ നമുക്ക് ടൈം കാണാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. 120/3 ചെയ്യുക, ആൻസർ 40 കിട്ടുന്നതായിരിക്കും. ഇനി റിക്വയർഡ് സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. റിക്വയർഡ് സ്പീഡ് ആദ്യം 80 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്, സമയം 40 സെക്കൻഡ്. ഡിസ്റ്റൻസ് ബൈ ടൈം കാണുക. സ്പീഡ് കാണാനുള്ള ഫോർമുലയാണ്, ടൈം കാണാനുള്ള ഫോർമുലയാണ് ഇത് കേട്ടോ. 80/40 ചെയ്യുക, 2 m/s കിട്ടും. ഇതെല്ലാം ചെയ്തു നോക്കണം. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവില്ല, ചെയ്തു നോക്കുക. അടുത്തത് ഫൈൻഡ് ദ തിക്നെസ് ഓഫ് എ സിംഗിൾ പേജ് ഓഫ് ദ സയൻസ് ഡയറി. കാണാനുള്ള 100 പേജിൻ്റെ അവർ തന്നിട്ടുണ്ട്. എത്രയാ? 3.2 cm. ഇനി നമുക്ക് കാണേണ്ട സിംഗിൾ പേജ് ആണ്. 3.2 cm/100 ചെയ്താൽ ആൻസർ കിട്ടുന്നതായിരിക്കും. ഈ ഒറ്റ മെത്തേഡേ ഉള്ളൂ കേട്ടോ. 3.2/100 ചെയ്യുക, ആൻസർ 0.032 cm. അടുത്തത് കൺവേർട്ട് ദ തിക്നെസ് ഓഫ് 1 പേജ്. കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഫോർമുല വരിക മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇത് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തത് പ്രോബ്ലം 10A വരുന്നത് ഇൻ വാട്ട് വേസ് ഡസ് ഫ്രിക്ഷൻ. നമുക്ക് എങ്ങനെയൊക്കെയാണ് ഫ്രിക്ഷൻ്റെ ഹാർംഫുൾ ഇഫക്റ്റ് ആണ്. ഫ്രിക്ഷൻ കോസസ് വിയർ ആൻഡ് ടിയർ ഓൺ മൂവിംഗ് പാർട്സ് ഓഫ് മെഷീനറി ആൻഡ് വെഹിക്കിൾസ് ലീഡിംഗ് ടു ഇൻക്രീസ്ഡ് മെയിൻ്റനൻസ് ആൻഡ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഇറ്റ് റെഡ്യൂസസ് ദ എഫിഷ്യൻസി ഓഫ് മെഷീൻസ് ബൈ കൺവേർട്ടിംഗ് കൈനറ്റിക് എനർജി ഇൻ ടു ഹീറ്റ് റിസൾട്ടിംഗ് ഇൻ എനർജി ലോസ്. Friction can generate unwanted heat which can damage components or require cooling systems. ഇനി 10B റൈറ്റ് എക്സാമ്പിൾസ് ഫ്രം ഡെയിലി ലൈഫ് വേർ ഫ്രിക്ഷൻ കോസസ് ഹാർംഫുൾ ഇഫക്ട്സ്. അപ്പോൾ ഡെയിലി ലൈഫിൽ ഫ്രിക്ഷൻ എങ്ങനെയൊക്കെയാണ് ഹാർംഫുൾ ആവുക എന്നുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂവിൻ്റെ വിയർ ആൻഡ് ടിയർ ഓൺ ഷൂ സോൾസ് മേക്കിംഗ് ദം ലെസ് ഇഫക്റ്റീവ് ആൻഡ് റിക്വയറിംഗ് റീപ്ലേസ്മെന്റ്. ഡിഫിക്കൽട്ടി ഇൻ മൂവിംഗ് ഹെവി ഒബ്ജക്ട്സ് അക്രോസ് എ റഫ് സർഫസ് ഡ്യൂ ടു റെസിസ്റ്റൻസ്. Heating of moving parts in engines leading to energy loss and potential damage if not managed. അപ്പോൾ ഇത്രയാണ് 10 എണ്ണത്തിൻ്റെ ആൻസേഴ്സ് വരിക. നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു.
ഇനി അതിലൊരു ബി ക്വസ്റ്റ്യനും ഉണ്ട്. വാട്ട് ആർ ദ മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ ലൂബ്രിക്കേഷൻ ചെയ്യുക, പോളിഷിംഗ്. ഇത് മാത്രം മതി കേട്ടോ, നിങ്ങൾക്ക് 2 മാർക്കോ 3 മാർക്കിൻ്റെ ഒക്കെ അല്ലേ, അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി. ലൂബ്രിക്കേഷൻ, പോളിഷിംഗ് ഓർ സ്മൂത്തിങ്, യൂസിങ് ബോൾ ബെയറിംഗ്സ് ഓർ റോളേഴ്സ്, എയറോഡൈനാമിക് ഡിസൈൻ, ഇത്രയും മാത്രം മതി. ഡെഫിനിഷൻ എഴുതണമെന്നില്ല. അപ്പോൾ ഫിസിക്സ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കെമിസ്ട്രിയിലേക്ക് കടക്കുകയാണ്. നോക്കൂ, കെമിസ്ട്രി വരുന്നത് ആദ്യം തന്നെ മാച്ച് ദി ഫോളോയിങ് ആണ്. എലമെന്റ് സോഡിയം, കാൽഷ്യം, പൊട്ടാഷ്യം, കോപ്പർ, സിമ്പിൾ മാച്ച് ചെയ്ത് കൊടുക്കുക. ഏതാണ് കറക്റ്റ് എന്ന് വെച്ചാൽ മാച്ച് ചെയ്താൽ മാത്രം മതി ഇതിൽ. അടുത്തത് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, ബ്ലാക്കനിങ് ഓഫ് സിൽവർ നൈട്രേറ്റ് കെപ്റ്റ് ഓപ്പൺ ഇസ് എ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ. സ്റ്റേറ്റ്മെന്റ് 2, ലൈറ്റ് എനർജി ഇസ് അബ്സോർബ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. നമുക്കിതിൽ ഏതാണ് ശരി എന്നുള്ളത് കറക്റ്റ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, എടുത്തെഴുതിയാൽ മാത്രം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് എ ഉണ്ട്, അതുപോലെ തേർഡ് ഓർ ക്വസ്റ്റ്യനിൽ ബിയും വരുന്നുണ്ട് കേട്ടോ. തേർഡ് എ നോക്കാം. വെൻ ബേരിയം ഹൈഡ്രോക്സൈഡ് വാസ് മിക്സ്ഡ് വിത്ത് അമോണിയം ക്ലോറൈഡ് ദ ടെമ്പറേച്ചർ ഡ്രോപ്ഡ് ഫ്രം 27 degrees Celsius to 21 degrees Celsius. A question, which type of thermochemical reaction is given above? B question, what is meant by thermochemical reactions? Or ഇനി ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓറിലേക്ക് പോവുക. ബി, different forms of energy are absorbed or liberated in chemical reaction. അതിലെ A question, write a chemical reaction in which heat is released. B, what is the general name of such type of reactions? ഇനി ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ, when carbon reacts with oxygen, carbon dioxide is formed. A question, what are the reactants and products in this reaction? B, write the chemical equation of this reaction. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, when a gas is cooled the particles come closer and the attraction between particle increases, then the gas changes into liquid. A question, what is change of state? B question, which form of energy is associated with this change? ഇനി റൈറ്റ് എനി 2, 6th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ 2 ഗുണങ്ങൾ മെറിറ്റ് ആണ് കേട്ടോ. 7th ക്വസ്റ്റ്യനിൽ എയും ഉണ്ട് ബിയും ഉണ്ട്, ഓർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതിയാവും. 7A 2 സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 7A നോക്കാം. ഡോബറിന്നർ ആൻഡ് ന്യൂലാൻഡ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അതിൽ A question, how did ഡോബറിന്നർ classify the elements? B question, what is the name of classification of Newlands? Or B question, some statements are given below, select the correct statements of Dalton's theory. അപ്പോൾ ആദ്യം മെൻഡലീവിൻ്റെ ഡോബറിന്നറിനെ റിലേറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻ ന്യൂലാൻഡ്സിൻ്റെയും, പിന്നീട് ഓർ ക്വസ്റ്റ്യനിൽ ഡാൾട്ടൻ്റെ തിയറിയാണ് കേട്ടോ. അതിൽ ABCD എന്ന് പറഞ്ഞ 4 സബ് ക്വസ്റ്റ്യൻ വരും. 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് എഴുതിയാൽ മതി നിങ്ങൾ കേട്ടോ. അത് ഞാൻ വായിക്കുന്നില്ല. ABCDയിൽ 4 ഏതാണ് കറക്റ്റ് എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. 8th ക്വസ്റ്റ്യൻ, 2 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. വാക്സ് ഈസ് മെൽറ്റഡ് ഇൻ എ സ്പൂൺ. 2, ബേണിംഗ് ഓഫ് എ കാൻഡിൽ. ഇനി ഇതിൽ A B പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ഈസ് എ കെമിക്കൽ ചേഞ്ച്? വൈ ഈസ് ഇറ്റ് ഐഡൻറ്റിഫൈഡ് ആസ് എ കെമിക്കൽ ചേഞ്ച്? ഇനി അതിൽ നമുക്ക് നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ വരുന്നത്, കോപ്പർ ഇസ് ടു ബി കോട്ടഡ് ഓൺ ആൻ അയൺ ബാങ്കിൾ. Then A question, to which terminal of the battery is iron bangle connected? B question, which is electrolyte used here? C, this reaction is an electrochemical reaction. Why? Then 9 കഴിഞ്ഞാൽ 10ലും ഇതുപോലെ തന്നെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്, ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. എയും ബിയും. എയിൽ 3 സബ് ക്വസ്റ്റ്യൻസും ബിയിൽ 3 സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ 10A, ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ കണ്ടെയ്ൻസ് 1 hydrogen atom and 1 chlorine atom. A question, what is the chemical formula of hydrogen chloride molecule? B, how can you represent 5 molecules of hydrogen chloride? C, what is the total number of atoms in 5 molecules of hydrogen chloride? ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്തത് എടുക്കുക. ഓർ ക്വസ്റ്റ്യനിൽ വരുന്ന B, in 1 molecule of sulfuric acid 2 hydrogen atoms, 1 sulfur atom and 4 oxygen atoms are present. A question, write the chemical formula of a molecule of sulfuric acid. B, how will you represent 10 molecules of sulfuric acid? C, find the total number of atoms in 10 molecules of sulfuric acid. അപ്പോൾ ഇതിൽ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ കെമിസ്ട്രിയുടെ ആൻസർ ചെക്ക് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ മാച്ച് ദി ഫോളോയിങ് നോക്കൂ. സോഡിയം Na, കാൽഷ്യം Ca, പൊട്ടാസ്യം K, കോപ്പർ Cu, കുപ്രം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് മതി. ഇനി നമുക്ക് രണ്ടാമത്തത്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്
തേർഡ് എ നമ്മുടെ ആൻസർ നോക്കാം. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ മൂന്നാമത്തേലത്തെ എയില് എ ക്വസ്റ്റ്യൻ ആൻസർ. ദിസ് ഇസ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ ആസ് ഇറ്റ് ഒബ്സർവ്സ് ഹീറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ് കോസിങ് എ ടെമ്പറേച്ചർ ഡ്രോപ്സ്. അപ്പോൾ ആദ്യത്തെ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ബി ക്വസ്റ്റ്യൻ ആൻസർ thermochemical reactions are chemical reactions that involve the absorption or release of heat energy. ഇനി മൂന്നാമത്തതിൽ എ ഉണ്ട് ബി ഉണ്ട്, ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓർ ക്വസ്റ്റ്യൻ നോക്കാം തേർഡിൻ്റെ. അതിൻ്റെ എയുടെ ആൻസർ an example of chemical reaction is where heat is released. എക്സോതെർമിക് ആണ്, ഹീറ്റ് റിലീസ് ആവുന്ന പ്രോസസ്സ്. ഇസ് ദ ബേണിംഗ് ഓഫ് മീഥേൻ. മീഥേൻ കത്തിച്ചു കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതുപോലെ CH4 + 2O2 gives CO2 + 2H2O + heat. B question answer. The general name for such types of reaction is thermochemical reactions. ഇനി ഫോർത്തിൻ്റെ ആൻസർ ആണ് കാർബണും. ഫോർത്തിൻ്റെ എ ആൻസർ കാർബൺ ആൻഡ് ഓക്സിജൻ റിയാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ആരെ കിട്ടുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് അടുത്തത് എഴുതേണ്ടത്. കാർബൺ + ഓക്സിജൻ C+O2 എന്ത് കിട്ടുന്നു? CO2 കിട്ടും. ഓക്കെ, അടുത്തത് ഫിഫ്ത്തിൻ്റെ എ ക്വസ്റ്റ്യൻ ആൻസർ. ദിസ് ഇസ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ഗ്യാസ് ടു ലിക്വിഡ്. അതിന് പറയുന്ന പേര് ഗ്യാസ് ലിക്വിഡായി മാറുന്ന പ്രോസസ് കണ്ടൻസേഷൻ. ബി ക്വസ്റ്റ്യൻ കൈനറ്റിക് എനർജി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ചേഞ്ച്. As cooling reduces the kinetic energy of gas particles, allowing them to come closer and form a liquid. സിക്സ്ത് ക്വസ്റ്റ്യൻ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ 2 മെറിറ്റ് ആണ്. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ allowed for the prediction of properties of undiscovered elements. It provided a systematic classification of elements based on their atomic masses and chemical properties. ഇനി 7A ആണെങ്കിൽ ഡോബറിനറിൻ്റെ ന്യൂലാൻസിൻ്റെ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഡോബറിനർ ക്ലാസിഫൈഡ് എലമെന്റ്സ് ഇൻടു ട്രയാഡ്സ്, ഗ്രൂപ്സ് ഓഫ് 3 elements with similar chemical properties, where the atomic mass of the middle element was approximately the average of the other 2. B. The name of the classification of newlands is law of octaves. ഇനി 7ൽ ബി ഉണ്ട്, നമ്മുടെ ഓർ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഡാൾട്ടൻ്റെ തിയറിയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. എ ക്വസ്റ്റ്യൻ അല്ല ഒരു 2 ആൻസർ ഉണ്ട്. ആൻ ആറ്റം cannot be divided during a chemical reaction. Atoms are indivisible. അടുത്തത് an atom cannot be created or destroyed. ഇത് 2 തിയറിയും ഡാൾട്ടൻ്റെ തിയറിയിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി 2 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 8ലെ എ ആൻസർ ബേണിംഗ് ഓഫ് എ കാൻഡിൽ കെമിക്കൽ ചേഞ്ച് ആണ്. നെക്സ്റ്റ് ബി എന്താണ്? ബേണിംഗ് ഓഫ് എ കാൻഡിൽ കെമിക്കൽ ചേഞ്ച് ആണ്. ദെൻ it is identified as a chemical change because new substances are formed and the change is generally irreversible under normal condition. Ninth in A, the iron bangle being the object to be coated should be connected to the negative terminal of the battery. B, the electrolyte used here would be a copper sulfate solution. CSO4. C. The reaction is an electrochemical reaction because it involves a redox reaction driven by an external electric current to deposit copper onto the iron bangle. ഇനി 10ലും എ ഉണ്ട്, അതുപോലെ ഒരു ഓറിൽ ബി ക്വസ്റ്റ്യനും. ഇപ്പോൾ 10A സബ് ക്വസ്റ്റ്യൻസ് ആണ്. എ കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് HCl ആണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ HCl മാത്രം എഴുതിയാൽ മതി. ബിയുടെ ആൻസർ 5 HCl, സിയുടെ ആൻസർ 10 ആറ്റംസ്. അടുത്തത് ഓറിൽ 10B. എയുടെ ആൻസർ സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല H2SO4. ബിയുടെ ആൻസർ 10 molecules 10 H2SO4. സിയുടെ ആൻസർ എന്ന് പറയുന്നത് 20 ഹൈഡ്രജൻ ആറ്റംസ്, അതുപോലെ 10 സൾഫർ ആറ്റംസ് ആൻഡ് 40 ഓക്സിജൻ ആറ്റംസ്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 70 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയുമാണ് കെമിസ്ട്രിയിൽ വരിക. കെമിസ്ട്രിയുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ബയോളജിയിലേക്ക് കടക്കുകയാണ്. First question. Analyze the statements 1 to 4 and choose the correct answer from the options given below. നമുക്ക് 4 എന്ത് തന്നിട്ടുണ്ട്? സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സയൻറ്റിസ്റ്റ് ജോവാൻ ഓറോ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ദ നൈട്രജൻ ബേസ് അഡിനൈൻ. 2, അമിനോ ആസിഡ് ഈസ് എൻ ഓർഗാനിക് മോളിക്യൂൾ ദാറ്റ് ഫോംസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ്. 3, in prokaryotic cells a well-defined nucleus with a membrane is seen. 4, the primitive cell was formed by the combination of self-replicating amino acids and a surrounding lipid layer. ഇതിൽ ഏതാണ് കറക്റ്റ് ഇൻകറക്റ്റ്? 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻ മാത്രം എടുത്തെഴുതിയാൽ മാർക്ക് കിട്ടും കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക്
എന്താണ് പെയർ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ്. ഫെർട്ടിലൈസറിൻ്റെ ഒരു ബോക്സും എക്സാമ്പിൾസും തന്നിട്ടുണ്ട്, അത് നോക്കുക, മാച്ച് ചെയ്യുക. അതിനും 4 ഓപ്ഷൻ ഉണ്ട്. Third question, the features of a farm newly started by a young farmer are given below. Analyze them and answer the following question. Farming is done on 5 acres of land. There is paddy cultivation on one side of the field. About 50 cents of land is used for cattle rearing. There is a pond at the center of the farm and fish farming is done in it. I'll a question, name the method of farming mentioned here. How does this method of farming help reduce production cost? നാലാമത്തെ 2 ഫിഗർ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദി ഇമേജസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ വിച്ച് എമംഗ് എക്സ് ആൻഡ് വൈ ഇസ് ദ പ്രോകാരിയോട്ടിക് സെൽ. രണ്ടാമത്തെ, റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് യു കൺസിഡർഡ് ഫോർ ഐഡന്റിഫൈങ് ഇറ്റ്. 5A, അഞ്ചാമത്തേൽ എയും ബിയും ഉണ്ട്. 5A നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ചെയ്യുക. A, write 1 characteristics of each of the agriculture crops developed through the following methods. Genetic engineering, then tissue culture. ഓർ ക്വസ്റ്റ്യനിൽ 2 ഇമേജ് തന്നിട്ടുണ്ട്. ഇമേജസ് ഓഫ് വേരിയസ് പെസ്റ്റ് അഫക്റ്റിംഗ് അഗ്രികൾച്ചർ ക്രോപ്സ് ആർ പ്രൊവൈഡഡ്. ഒബ്സർവ് ദം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഐഡന്റിഫൈ ദ പെസ്റ്റുകളുടെ പേരിട്ടോ എക്സ് ആൻഡ് വൈ ഏത് പെസ്റ്റ് ആണെന്നുള്ളതും. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഹെൽപ്പ് കൺട്രോൾ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സച്ച് പെസ്റ്റ്. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ആണ്. 2 ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഇൻഡിക്കേറ്റർ P, life originated on another planet and accidentally reached Earth in the form of microorganism or spores. Q, the accidental combination of chemicals in the ocean led to the origin of life. അതിൽ A ക്വസ്റ്റ്യൻ്റെ 2 ക്വസ്റ്റ്യൻ ആണ്. A ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ തിയറീസ് P and Q related to the origin of life on Earth. 2, which of these theories has gained more acceptance in the scientific world? Why? അടുത്തത് 7A or B ഉണ്ട്. 7A, if conditions similar to those of the primitive earth existed today, would the survival of life be possible? Justify your answer. B, eukaryotic cells gain the ability to produce energy after engulfing bacteria. Do you agree with this statement? Why? 8th, a sample presentation slide highlighting the importance of native vegetables is provided. Based on the model, write 2 ideas that can be included in slides explaining the environmental importance of native vegetables. Model എന്താ? Native vegetables are nature's gift. Grown without chemical fertilizers, they provide health and immunity, keeping us energetic always. We can eat poison-free food and raise a healthy generation. Then 9th, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. റിലേറ്റ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ്. അതിൽ A question, what was the aim of setting up the experimental apparatus shown in the illustration? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ, why were methane, ammonia, hydrogen and water vapor used in this experiment? Which organic compound was formed from these gases? Third, this experiment was a failure because the sources of energy on primitive earth could not be recreated. What is your opinion about this statement? Then 10th നമുക്ക് വരുന്ന സമയത്ത് 10ൽ എയും ബിയും ഉണ്ട്. അതിൽ എ കൊടുത്തിരിക്കുന്നത്, to find the reason for abandoning agriculture, the agriculture department conducted a survey among farmers in a certain region. The result of the survey are illustrated below in the form of a graph. Analyze it and write answers to the questions. Okay, reason to abandon agriculture ആണ് തന്നിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ the main reason why most farmers in that region abandoned agriculture. Write the names of any 2 farming methods that could help bring them back to farming. Second, some specific farming methods adopted in that region ensured that water scarcity did not significantly affect the farmers. Explain any 2 such methods. Or questionil വരുമ്പോൾ, the fertilizer usage methods of different farmers are given below. Analyze them and answer the question. Farmer 1 uses the chemical fertilizers such as ammonium phosphate and urea. Farmer 2 uses only organic waste like green manure and cow dung. Farmer 3 uses microorganisms like rhizobium and mycorrhiza. A question, explain how their farming methods affect soil structure and the survival of decomposers. B question, രണ്ടാമത്തെ, based on the statement, nutrients that can be easily absorbed by plants help in better yield. Explain how the fertilizers used by farmer 1 and farmer 2 work. നമുക്കിനി ഇതിൻ്റെ ആൻസർ കിളിക്ക് കിടക്കാം.
ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. 1 2 3 4 സോറി, therefore the correct option is B. ബി മാത്രമാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ബാക്കി 1ഉം 2ഉം കറക്റ്റും 3ഉം 4ഉം ഇൻകറക്റ്റും ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റും, സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 ഇൻകറക്റ്റും. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് പേഴ്സാണ്. ആർട്ടിഫിഷ്യൽ യൂട്ടിലൈസർ യൂറിയ, നാനോ ഫെർട്ടിലൈസർ നാനോ ഫോസ്ഫേറ്റ്, ഇത് മാത്രം മതി കേട്ടോ. നാനോ ഫോസ്ഫേറ്റ്, ബയോ ഫെർട്ടിലൈസർ റൈസോബിയം, ഓർഗാനിക് ഫെർട്ടിലൈസർ കമ്പോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് integrated farming system. The method of farming mentioned here is integrated farming system ആണ് or mixed farming ആണ്. This method, B question answer, this method helps to reduce production cost. എങ്ങനെയൊക്കെയാണ്? ആനിമൽ വേസ്റ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാനുവർ ആക്കുക അല്ലെ, ഇതിനെ ഫോർ പാഡി കൾട്ടിവേഷൻ ഒക്കെ ഉപയോഗിക്കാം. ഫിഷ് ഫാമിംഗ് ഇൻ ദ പോണ്ട് ക്യാൻ പ്രൊവൈഡ് ആൻ അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് ദ ബൈ പ്രൊഡക്ട്സ് ഓഫ് വൺ കമ്പോണന്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദ ഇൻപുട്ട് ഫോർ അനദർ. അത് മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ്, ഇവിടെ പ്രോകാരിയോട്ടിക് സെല്ലാണ്. ഇവിടെ ഫസ്റ്റത്തിൻ്റെ ആൻസർ എക്സ് ഇസ് ദ പ്രോകാരിയോട്ടിക് സെൽ. രണ്ടാമത്തതിന് നമുക്ക് 3 ഫീച്ചേഴ്സ് ഉണ്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ആബ്സെൻസ് ഓഫ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, ആബ്സെൻസ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, സിംപ്ലർ സ്ട്രക്ചർ ആൻഡ് സ്മോളർ സൈസ്. ഇത് മാത്രം മതി കേട്ടോ അതിന് ആൻസർ ആയിട്ട്. അഞ്ചാമത്തതിൻ്റെ എ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. ആദ്യത്തെ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പെസിഫിക് ജീൻസ് ടു എൻഹാൻസ് ഡിസൈഡ് ട്രൈറ്റ്സ് ലൈക്ക് പെസ്റ്റ് റെസിസ്റ്റൻസ്, ഹെർബിസൈഡ് ടോളറൻസ് ഓർ ഇംപ്രൂവ് ന്യൂട്രീഷണൽ വാല്യൂ. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണെന്ന് എഴുതാൻ പറഞ്ഞതാണ്. ദെൻ ടിഷ്യൂ കൾച്ചർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ജനറ്റിക്കലി ഐഡന്റിക്കൽ പ്ലാന്റ്സ് ഫ്രം എ സ്മോൾ ടിഷ്യൂ സാമ്പിൾ എനാബിളിംഗ് റാപ്പിഡ് പ്രൊപ്പഗേഷൻ ഓഫ് ഡിസീസ് ഫ്രീ പ്ലാന്റ്സ്. ഇനി 5A അല്ലെങ്കിൽ 5B എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം. ഓർ ക്വസ്റ്റ്യൻ പെസ്റ്റ് അഫക്റ്റിംഗ് അഗ്രികൾച്ചർ ക്രോപ്സ് ആണ്. നമുക്ക് എക്സും വൈയും 2 പെസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ തന്നിട്ടുണ്ട്. അതിൽ എക്സ് ലോക്കസ്റ്റ് ഓർ ഗ്രാസ് ഹോപ്പർ ആയിരിക്കാം, ഒരു കോമൺ ഇൻസെക്റ്റ് ആണത്. അതുപോലെ തന്നെ വൈയിൽ കാണുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഡിസീസ് ആണ്, ഇൻഡിക്കേറ്റഡ് ബൈ ദ സ്പോട്സ് ആൻഡ് ഡിസ്കളറേഷൻ ഓൺ ദ പ്ലാന്റ് ലീവ്സ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഹൗ ഡസ് ഇൻ്റഗ്രേറ്റഡ്, ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തിൻ്റെ ആൻസർ ഇവിടെ നിന്നാണ്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കൺട്രോൾസ് പെസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ കമ്പൈനിങ് വേരിയസ് മെത്തേഡ്സ് ലൈക്ക് ബയോളജിക്കൽ കൺട്രോൾ, കൾച്ചറൽ പ്രാക്ടീസസ്, ഫിസിക്കൽ മെത്തേഡ്സ് and judicious use of chemical pesticides when necessary, minimizing environmental impact and preventing pest resistance. അതുപോലെ ഈ എക്സ് ആൻഡ് വൈയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ടെക്സ്റ്റിൽ എന്തെങ്കിലും പേരുകൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. 2 പെസ്റ്റുകളുടെ പേരല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ, ഇത് തന്നെ ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. തിയറീസ് റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് ലൈഫ് എന്തൊക്കെയാണ്? പി ആൻഡ് ക്യൂ തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്നത് പാൻസ്പെർമിയ തിയറിയും ക്യൂ കെമിക്കൽ ഇവല്യൂഷൻ തിയറിയുമാണ്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷനാണ്, അതിൻ്റെ ആൻസർ മാത്രമാണ് വായിക്കുന്നത്. തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ ഹാസ് ഗെയിൻഡ് മോർ അക്സെപ്റ്റൻസ് ഡ്യൂ ടു എക്സ്പെരിമെന്റൽ എവിഡൻസ് സച്ച് as the Miller-Urey experiment demonstrated the formation of organic molecules from the inorganic precursors under primitive earth conditions. ഇനി 7 ആണെങ്കിൽ എ എന്താണെന്ന് നോക്കാം. 7th A's answer, no, the survival of complex life forms as we know them would likely not be possible. Primitive earth lacked an ozone layer leading to intense UV radiation and the atmosphere was anoxic. അതായത് ഓക്സിജൻ ഇല്ല, വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ എയറോബിക് റെസ്പിറേഷൻ ഇൻ മോസ്റ്റ് കറന്റ് ലൈഫ് ഫോംസ്. 7B എന്ന് പറയുന്നത് യൂകാരിയോട്ടിക് സെൽസ് ആൻഡ് എനർജി പ്രൊഡക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഐ എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്. ദ എൻഡോ സിംബയോട്ടിക് തിയറി പ്രപ്പോസസ് ദാറ്റ് യൂകാരിയോട്ടിക് സെൽസ് ഗെയിൻ ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എനർജി efficiently through aerobic respiration by engulfing ancient bacteria and in photosynthetic organism by engulfing cyanobacteria. എട്ടാമത്തെ 8th ആൻസർ നമുക്ക്
ബയോഡൈവേഴ്സിറ്റി പ്രിസർവേഷനും റെഡ്യൂസ്ഡ് എക്കോളജിക്കൽ ഫുഡ് പ്രിന്റ്. ബയോഡൈവേഴ്സിറ്റി പ്രിസർവേഷൻ വരുമ്പോൾ നേറ്റീവ് വെജിറ്റബിൾസ് കോൺട്രിബ്യൂട്ട് ടു ലോക്കൽ ബയോഡൈവേഴ്സിറ്റി സപ്പോർട്ടിംഗ് എ വൈഡർ റേഞ്ച് ഓഫ് ബെനിഫിഷ്യൽ ഇൻസെക്ട്സ്, പോളിനേറ്റേഴ്സ് ആൻഡ് സോയിൽ മൈക്രോ ഓർഗാനിസം വിച്ച് ആർ ക്രൂഷ്യൽ ഫോർ എ ഹെൽത്തി എക്കോസിസ്റ്റം. സെക്കൻഡ്, റെഡ്യൂസ്ഡ് എക്കോളജിക്കൽ ഫുഡ് പ്രിന്റ് ആണ്. ഗ്രോവിംഗ് നേറ്റീവ് വെജിറ്റബിൾസ് ഓഫൻ റിക്വയർസ് ലെസ് വാട്ടർ, fewer chemical inputs and less transportation, leading to lower environmental impact compared to non-native or industrially farmed crops. നയൻത്തിൻ്റെ തന്നിരിക്കുന്നത് ആൻസർ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ആദ്യത്തെ ആൻസർ വായിക്കാം. The aim was to simulate the conditions of primitive earth and demonstrate the spontaneous formation of organic molecules from inorganic precursors as proposed by the chemical evolution theory യൂറെ-മില്ലർ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് These gases were believed to be the major components of primitive Earth's atmosphere. Amino acids, which are the building blocks of proteins, were formed during this experiment. ഇനി തേർഡിൻ്റെ ആൻസർ ഇവിടെ മുതലാണ്. I agree with this statement. While recreating the exact primitive earth condition is challenging, the experiment successfully demonstrated that organic molecules could form under plausible early earth conditions using simulated energy sources like electrical sparks. It provided significant evidence supporting the chemical evolution theory. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആയതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ എടുത്തു പോയത്. ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ പലതിലും ആൻസർ ലെങ്തി ആണെന്ന് തോന്നാം നിങ്ങൾക്ക്. അത് വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് അതിനെ ചെറുതാക്കാൻ പറ്റും പലതിലും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.